നമുക്ക് ഇന്നത്തെ കർത്താവ് ഏൽപ്പിച്ച ദൂതനാധാരമായി നമുക്ക് വായിക്കാം. യേശയ്യാ പ്രവാചന പുസ്തകം 44-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഐസയ്യാ ചാപ്റ്റർ 44 വേർഡ്സ് 2 and 3. യേശയ്യാ 44-ന്റെ 2-3 വാക്യങ്ങൾ. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശൂരിനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ചേർന്ന് ഒരാമയം പറയാൻ പറ്റുമോ? ആമേൻ. ആ വചനത്തിന് ശക്തിയോടെ രാമയം പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം കർത്താവ് ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വന്നൊരു വാക്കാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും. എൻ്റെ ഉള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് പൊങ്ങി വരുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. അത് ഞാൻ വേറെ ഒരു ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിങ്ങനെ ഉള്ളിൽ പൊങ്ങി വരുമ്പോൾ ഞാൻ ഇത് കർത്താവ് സംസാരിക്കുകയാണല്ലോ, ഇത് വചനമാണല്ലോ. അപ്പൊ യേശയ്യാ പ്രവാചന പുസ്തകം 35-ാം അധ്യായത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള വചനമാണ്. യേശയ്യാ പ്രവാചന പുസ്തകം 43-ൽ നിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. ഇതേ സിമിലാരിറ്റി ഉള്ള ഒരു വാക്യമാണ് അതിനകത്തുള്ളത്. പക്ഷെ അതിൻ്റെ അകത്ത് രണ്ടിടത്തും ഇല്ലാത്ത ഒരു വാക്ക് ഇതിൻ്റെ അകത്തുണ്ട്, ദാഹിച്ചിരിക്കുന്നിടത്ത്. ആമേൻ, ഹല്ലേലൂയ. 35-ൽ ഇങ്ങനെയാണ്, വരണ്ട നിലവും നിർജ്ജന പ്രദേശവും ആനന്ദിക്കും. ആമേൻ. 43-ൽ ഇങ്ങനെയാണ് കിടക്കുന്ന, മരുഭൂമിയിൽ ഞാൻ നീരൊഴുക്കുകളെ പകരും. പക്ഷേ എന്നോട് പറഞ്ഞത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും. ആമേൻ. I repeat, those who are thirsty, ആമേൻ, ആരാണോ ദാഹിച്ചിരിക്കുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരുന്ന ദൈവമാണ്. പ്രവാചകൻ ഈ പ്രവചനവാക്യം ദൈവം കൊടുക്കുമ്പോൾ എഴുതി വെച്ച് ഇങ്ങനെയാണ്, ആമേൻ, നിന്നെ നിർമ്മിച്ചവനും ഗർഭത്തിൽ നിന്നെ ഉരുവാക്കിയവനും നിന്നെ സഹായിച്ചവനും. 3 കാര്യം പറഞ്ഞിട്ടാ പറയുന്നു. ഒന്ന്, നിന്നെ നിർമ്മിച്ചവനും, നിന്നെ ഉരുവാക്കിയവനും, ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനും. ഒന്ന്, നിന്നെ ഉരുവാക്കി. ആമേൻ. സംഗീതക്കാരൻ പറഞ്ഞു, പിണ്ടാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. ആമേൻ, ആമേൻ. ദാവീദ് പറഞ്ഞു, ഈ ദൈവം അവൻ എന്നെ അത്ഭുതകരമായി സൃഷ്ടിച്ചു, അതിശയകരമായി പുറത്തെടുത്തു. ആമേൻ. അപ്പോൾ ഇവിടെ ദൈവം പറയുവാണ്, ഈ യാക്കോബ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പാട്ട് പാടി, യേശൂരിന്റെ ദൈവത്തെ പോൽ. ആ യേശൂരൻ എന്നോട് ആരൊക്കെ ചോദിച്ചു, ഈ യേശൂരൻ ആരെ കുറിച്ചാണ് പറയുന്നത്? യാക്കോബിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. യാക്കോബെ എന്നിട്ട് പറഞ്ഞു, യേശൂരനെ നിന്നെ ഉരുവാക്കിയവൻ. എല്ലാ ക്രെഡിറ്റും goes to the Lord Jesus. ആമേൻ. എല്ലാ ക്രെഡിറ്റും നമ്മുടെ കർത്താവിന് മാത്രമുള്ള. ആമേൻ. ഇവിടെ ആർക്കും ഒരു ക്രെഡിറ്റും ഇല്ല, ഒരു ക്രെഡിറ്റും വേണ്ടതാനും. എല്ലാ ക്രെഡിറ്റും യേശുവിനാണ്. ആമേൻ. നാം വന്നതും നാം നിന്നതും നാം ആയതും നാം ആകുന്നതും നാം എന്താണോ അതെല്ലാം because of our Lord Jesus. നമ്മുടെ യേശു മുഖാന്തരം. ആമേൻ. അതുകൊണ്ടാ ഞാൻ എൻ്റെ ക്രെഡിറ്റ് ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ എൻ്റെ സ്തുതി ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവം മുഴുവനും അധികാരം അവകാശപ്പെടുത്തിട്ട് പറഞ്ഞു, നിന്നെ ഉരുവാക്കിയ ഞാൻ, നിന്നെ നിർമ്മിച്ച ഞാൻ. എന്തിനു പറയുന്നു? ഈ ഭൂമിയിൽ വന്നപ്പോൾ നിന്നെ സഹായിച്ച ഞാൻ ഇപ്പോൾ നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത്, ഞാൻ ദാഹിക്കുന്ന നിനക്ക്, നീ ദാഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി നീരൊഴുക്കുകളെ പകരുവാൻ ശക്തിയുള്ള ദൈവമാണ്. ആത്മാവിൽ കർത്താവിന്റെ പ്രവാചകനായാൽ പ്രവചിക്കുന്നു. ഇതിന്റെ അർത്ഥം, ദാഹിക്കുന്ന ആരൊക്കെ ഉണ്ട്? ഓ പരിശുദ്ധാത്മാവേ, കർത്താവ് എന്നോട് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ 'ഞാൻ 'പകരാമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ആയാണ്. പക്ഷെ അങ്ങനല്ലല്ലോ. 'ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 'പകരാമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ആയാണ്. 'പകരാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ 'പകരാമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ആയാണ്. പക്ഷെ അങ്ങനല്ലല്ലോ. 'ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 'പകരാമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ആയാണ്.
ശരിയല്ലേ മോൻ സാറേ? അധ്യാപകനല്ലേ, നമ്മുടെ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർഡ് ചെയ്തോ. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്നാണോ പറയുന്നത്? അല്ല, വേണമുള്ളത് കൊണ്ടല്ലേ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്, ശരിയല്ലേ? ആവശ്യമുള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതാരറിയുന്നുണ്ട്? ദൈവം അറിയുന്നു. ദൈവം പറയുവാണ്, ദാഹിക്കുന്നുണ്ടെങ്കിൽ, അല്ല ദാഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പകരമെന്നല്ല, ദാഹിക്കുന്നിടത്ത്. അതിൻ്റെ അർത്ഥം നിനക്ക് ദാഹിക്കുന്നുണ്ട്. ഇതാരറിയുന്നുണ്ട്? നീ ദാഹത്തോടെ ഇവിടെ വന്നിരിക്കുന്ന ആരറിയുന്നുണ്ട്? നിന്നെ ഉരുവാക്കിയ, നിന്നെ നിർമ്മിച്ച, നിന്നെ സഹായിച്ച ദൈവത്തിനറിയാം നിനക്ക് ദാഹിക്കുന്നുണ്ട്. You are thirsty and I am the Lord who can fill your thirst. Yes. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, നാളുകൾ ദാഹിച്ചിരുന്നത് മതി. 2025 ജൂൺ തീരുന്നതിന് മുമ്പ് നീ ചില നിറവുകൾ കാണാൻ, ചില നിറവുകൾ ദാഹിച്ചിരിക്കുന്നിടത്ത്, ദാഹമുള്ളവരാണെങ്കിൽ, നീ ദാഹിച്ചാതിരിക്കുന്നെങ്കിൽ ഓൺലൈനിൽ എന്നെ കാണുന്നവരോട് ആത്മാവിലായി നിന്നെ ഉരുവാക്കിയ, നിന്നെ നിർമ്മിച്ച, നിന്നെ സഹായിച്ച ഈ ദൈവം പറയുന്നു, നിന്നെ ദാഹം തീർക്കാൻ ഞാൻ മതിയായവനാ. കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. എല്ലാ ക്രെഡിറ്റും യേശുവിനാണ്. ആ വാക്ക് എന്നോട് ചേർന്ന് പറയാം. ഇതുവരെ പറയാത്ത വാക്കാ. All credit goes to Jesus. എല്ലാ ക്രെഡിറ്റും യേശുവിനാണ്. ആമേൻ. എല്ലാ ക്രെഡിറ്റും കർത്താവിന് മാത്രം. ആമേൻ. യോഹന്നാൻ 37 ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ യേശു കർത്താവ് അന്ന് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ താൻ പണ്ട് യാക്കോബിനോട് പറഞ്ഞതിന്റെ പൊരുളാണ് ഈ പറയുന്നതെന്ന് മനസ്സിലായില്ല. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ. ശ്രദ്ധിക്കണം, ഇവിടുത്തെ പദങ്ങൾ നമുക്കറിയാം. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, തിരുവെഴുത്തിൻ പ്രകാരം ജീവജല നദികൾ അവരെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ഇന്നിവിടെ ദൈവാത്മാവ് നോട്ട് ചെയ്യിക്കുന്നത് ആ വാക്കല്ല, അത് പറയാനുണ്ടായ സാഹചര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. യേശു കർത്താവ് ഒടുക്കത്തെ നാൾ എന്താ പറഞ്ഞേ, കർത്താവിനെ ആരാധിക്കാൻ പോകുന്ന ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും യോഹന്നാൻ 37-ാം അധ്യായത്തിൽ പറഞ്ഞ യേശു പറഞ്ഞ വാക്യം എന്ന് വെച്ചാൽ പറയും, ദാഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആമേൻ. തിരുവെഴുത്തിൻ പ്രകാരം ജീവജല നദികൾ അവരുടെ ഉള്ളിൽ നിന്നും ഒഴുകുമെന്ന വാക്യം എല്ലാവരും കാണാപ്പാടമാണ്. സങ്കീർത്തനം 23:91 കാണാപ്പാടം പോലെ കാണാപ്പാടമാണ് ഈ വാക്യം. ആമേൻ. പക്ഷെ ഇന്ന് ഇവിടെ പറയുന്നത് അത് പറയാനല്ല, അത് പറയാനുണ്ടായ പശ്ചാത്തലം. ആമേൻ. ജനീഷെ ശ്രദ്ധിക്കണം, കർത്താവ് ഓരോ കാര്യം പറയുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. ആമേൻ. പശ്ചാത്തലത്തിന്റെ ഒരു ബാക്കിലൂടെ കർത്താവ് സംസാരിക്കണം. ആമേൻ. There is a reason. കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും. കർത്താവ് എന്തെങ്കിലും റിപ്പീറ്റഡായി പറയുന്നുണ്ടെങ്കിൽ അതിന് വലിയ റീസൺ ഉണ്ടായിരിക്കും. ആമേൻ. അത് വലിയ ഗൗരവത്തോടെ എടുക്കണം. ആമേൻ. വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു എഴുന്നേറ്റ് നിന്നു. ഇനി അതൊന്ന് പറയാൻ ശ്രദ്ധിക്കണം. അവിടെ എന്ത് നടക്കുവാ? ഒരു ഉത്സവം. ഇപ്പോൾ സൺഡേ ഇവിടെ നമ്മൾ സൺഡേ ഫെസ്റ്റിവൽ നടക്കുമെന്ന് വിചാരിച്ചു. സൺഡേ ഉത്സവം നടക്കുക. ആമേൻ. ആക്ച്വലി നമ്മൾ ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ വർഷിപ്പ്. ലെറ്റ്സ് വർഷിപ്പ് അവർ മാജസ്റ്റി. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ കൂടി വരുന്നു. നമ്മൾ കർത്താവിനെ ലെറ്റ്സ് റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ നമ്മൾ സന്തോഷം കൂടി വരുന്നു ഉത്സവമായിട്ട്. ആമേൻ. നമുക്ക് ഉത്സവമായിട്ട് ഇതിനെ ഒന്ന് കണക്കാക്കിയ ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവത്തിന് ഇതിന്ന് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ നിൽക്കുന്ന ഉത്സവമാണ്. പക്ഷെ യെരുശലേം ദേവാലയത്തിലെ ഉത്സവം അങ്ങനെയല്ല, അത് നീണ്ടു നിൽക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ആമേൻ. ഈ ഉത്സവത്തിന്റെ ഒടുക്കത്തെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ. എന്താണ് അതിന്റെ അർത്ഥം? മഹാദിനം എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ, ഇതിന്റെ അവസാന ദിവസമുണ്ട്. ആമേൻ. ഇന്ന് ലോകത്തിന്റെ സിസ്റ്റം ഒക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഏതൊരു പെരുന്നാളും ഏതൊരു ഉത്സവങ്ങളും അതിന്റെ ഏറ്റവും പീക്കായ പരിപാടി നടക്കുന്ന എപ്പോഴായിരിക്കും? ലാസ്റ്റ് ഡേ.
എല്ലാത്തിനും കോപ്പിയാ, എല്ലാം ഇതിന്റെ കോപ്പിയാ. ആമേൻ, ഒരാമേൻ പറ. ആമേൻ. അന്ന് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ, മഹാദിനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എന്നാണ്. ഒടുക്കത്തെ നാളിൽ, ഏതാ ഒടുക്കത്തെ നാള്? അവസാനത്തെ നാളിൽ, അവസാന ദിവസം, മഹാദിനമായ അവസാനത്തെ ദിവസം യേശു എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഉത്സവം ഈ ഇസ്രായേലിൽ യെരൂശലേം ദേവാലയത്തിൽ കൂടി വരുന്ന ഈ ഉത്സവം ഇതാദ്യമായിട്ട് നടക്കുന്നതാണോ? അല്ല. അത് എന്നാണോ ശലോമോൻ രാജാവ് ആലയം പ്രതിഷ്ഠിച്ചത് അന്ന് മുതൽ എന്തുണ്ട്? ഉത്സവം നടക്കുന്നുണ്ട് അവിടെ. അന്നൊന്നും ആരും പറയാത്തൊരു കാര്യം, യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഈ ഉത്സവത്തിന് പോയിട്ട് യേശു കർത്താവ് അന്ന് പറഞ്ഞ കാര്യമാണ്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആമേൻ, ആമേൻ. പറയാനുള്ള കാര്യം, ഈ ഉത്സവങ്ങൾ എല്ലാ വർഷവും നടക്കും. ഇത് തുടങ്ങിയിട്ട് അവസാന ദിവസം എന്തുകൊണ്ടാണ് ഒടുക്കത്തെ നാളിൽ യേശു പറയാൻ കാര്യം? അവിടെ നടക്കുന്ന ഒരു ആചാരമുണ്ട്. ഈ യെരൂശലേം ദേവാലയത്തിനരികിൽ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ മഹാപുരോഹിതൻ ഈ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആലയത്തിലെ സ്വർണ്ണ കിണ്ടി പാത്രം അതുകൊണ്ട് വെള്ളം കോരിയെടുത്തിട്ട് ഇത് ചുറ്റും നിൽക്കുന്ന ജനത്തിന്, ചില പണ്ഡിതന്മാർ പറയുന്ന, ചിലർ പറയുന്നത് ഇത് കുടിക്കാൻ കൊടുക്കും, ചിലർ പറയുന്നത് തളിക്കുമെന്നാണ് പറയുന്നത്. എന്തുമാകട്ടെ, ഇത് ഈ പുരോഹിതൻ ഈ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉത്സവത്തിന് വന്ന ജനം മുഴുവനും ഈ കുളത്തിന് ചുറ്റും വന്ന് കൂടുമ്പോൾ ഇത് എഴുന്നേറ്റ് നിന്നിട്ട് ഇദ്ദേഹം, ഈ മഹാപുരോഹിതൻ ഇത് എന്ത് ചെയ്യും? ജനത്തിന്റെ മേൽ തളിക്കും, അല്ലെ അവർ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന പോലെ തളിക്കും. അർത്ഥം ഇതാണ്, ഇതിന്റെ ഉദ്ദേശം ഇതാണ്. ഒടുക്കത്തെ നാളിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന, യഹോവയെ ആരാധിക്കാൻ വരുന്ന, ദൈവസന്നിധിയിൽ വരുന്ന ജനം തൃപ്തി പ്രാപിച്ച് മടങ്ങിപ്പോവുക. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? നിറഞ്ഞവരായി മടങ്ങിപ്പോവുക എന്ന അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ഇത് തുടർച്ചയായി ചെയ്യുന്ന കാര്യമാണ്. ആമേൻ. ചെയ്യുന്നവർക്കും അറിയാം, ഇതിൽ പങ്കാളികളാവുന്നവർക്കും അറിയാം, ഒന്നും നടക്കുന്നില്ല. ആമേൻ, ആമേൻ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ, ഏതൊരു വ്യക്തിയും എബ്രാഹിലേഖനത്തിൽ നിന്ന് ഒരിക്കലും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, യാഗമർപ്പിക്കാൻ വേണ്ടി വരും, അല്ലേ? ഒരിക്കലും പ്രസംഗിച്ചതാ. യാഗമർപ്പിക്കാൻ വേണ്ടി എവിടെ വരും? ആലയത്തിന് മുമ്പിൽ വരും. അവിടെ യാഗമൃഗത്തെ കൊണ്ടുവന്ന് കൊടുക്കും. തങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ യാഗമൃഗത്തെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ യാഗമൃഗത്തെ ഇത് പരിശോധിക്കുന്ന, അത് പ്രാവാണെങ്കിലും കുറുപ്രാവാണെങ്കിലും ആടാണെങ്കിലും ആട്ടുകൊറ്റനാണെങ്കിലും എന്താണെങ്കിലും ഇതിനെ പരിശോധിക്കുന്ന ഈ വ്യക്തി ഇതിനകത്ത് വള്ളിയോ പുള്ളിയോ ചൊറിയോ ചിണങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ തിരസ്കരിക്കും. നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെ ചേർത്ത്, അതിനെ അറുത്ത്, അതിനെ യാഗപീഠത്തിൽ കത്തിക്കുവാനും വേണ്ടി വെക്കും. ഇത് കൊടുത്ത വ്യക്തി ഇത് ദൈവം പ്രസാദിച്ചു എന്ന സ്വമനസാക്ഷിയിലെ ഉറപ്പുമായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? മടങ്ങിപ്പോകാൻ. ഈ യാഗം ദൈവം പ്രസാദിച്ചോ, ഈ യാഗത്തിന് എനിക്ക് മറുപടി കിട്ടുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഒരാളുടെ യാഗമൃഗത്തെ അല്ല ഇവര് കൈകാര്യം ചെയ്യുന്നത്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആടുകളുടെയും പശുക്കളുടെയും ഒക്കെ രക്തം വീണ് കിടക്കുന്നു. ഇതിനെ കൊല്ലുന്നു, ഇതിനെ തീയിലേക്ക് ഇടുന്നു, ഇത് യാഗപീഠത്തിൽ കിടന്നു വെന്തെരിയുന്നു. അപ്പൊ ഇവർക്കിത് ജോലിയാ. പക്ഷെ വല്ല വിധേനയും കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച പൈസയുമായി ഒരു പ്രാവിനെ കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ തനിക്ക് നൂറുകണക്കിന് പ്രശ്നങ്ങളുമായിട്ട് ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ താൻ അർപ്പിക്കുന്ന ഈ യാഗമൃഗത്തിന് പകരം ദൈവം പ്രസാദിച്ച് മറുപടി തരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇതുപോലെയാണ് ഈ ഉത്സവത്തിന് വരുന്ന ജനത്തിന്റെയും അവസ്ഥ. ആമേൻ. യേശു കർത്താവ് അന്ന് ആമേൻ ഈ പാരമ്പര്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി വന്നതുപോലെ മടങ്ങിപ്പോകണ്ട. ആമേൻ. ദാഹിച്ചിട്ടാണ് നീ വരുന്നതെങ്കിൽ
ദാഹം തീർക്കാനാ വരുന്നതെങ്കിൽ വന്നതുപോലെ മനസാക്ഷി കുത്തുമായി മടങ്ങി പോകണ്ട. എന്നെ അടുക്കൽ വന്നാൽ ഞാൻ നിറയ്ക്കാം. അപ്പോൾ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, ഈ ഒടുക്കത്തെ നാളിൽ കർത്താവ് എന്നിട്ട് പറയാൻ കാര്യം എന്നറിയോ? കർത്താവ് എന്നിട്ട് ഒടുക്കത്തെ നാളിൽ പറയാൻ കാര്യം, ഇത് ഇന്ന് പറയാനുള്ള കാര്യം കൂടി പറയും. ഇന്ന് ഈ പ്രവചന ദൂത്, നേരത്തെ പറഞ്ഞ ഇന്ന് പ്രവചന ദൂതായിരിക്കും കൂടുതൽ. അന്ന് പറയാൻ കാര്യം, കർത്താവ് പറയാനുള്ള കാര്യം, ഇതുപോലെ ഒരുപാട് ഉത്സവങ്ങൾ കഴിഞ്ഞത്, ആമേൻ. പക്ഷെ എൻ്റെ ജനം ഇതുപോലെ ഇരിക്കുക, ആമേൻ. ഒരു മാറ്റവും ഇല്ലെന്ന്, ആമേൻ. ഇനി ഞാനത് അനുവദിക്കുന്നില്ല. ഇന്ന് ഞാനിത് മാറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഉത്സവങ്ങൾ ഇനിയും വരും. Thank you, Holy Spirit. ഇനി ഇതുപോലുള്ള ഉത്സവങ്ങൾ വേണ്ട. ഇനി വരുന്ന ഉത്സവങ്ങൾ നിറയ്ക്കപ്പെടാൻ പലയിടത്തും നടക്കുന്നുണ്ട്. അതുപോലെ റിപ്പീറ്റഡ് ഉത്സവങ്ങൾ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. കർത്താവ് പറഞ്ഞു സ്റ്റോപ്പ്. നേരത്തെ രാവിലെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വരുന്ന ഉദ്ദേശം വലുതായിരിക്കണം, ആമേൻ. വലുതായിരിക്കണമെന്നല്ല, വലുതാണ്. വരുന്നത് എന്തിനു വേണ്ടിയാണ്, എന്ത് ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത്, അതാണ് ദൈവം നോക്കുന്നത്. വരുന്നത് വന്ന പോലെ ഹാജർ കൊടുത്തിട്ട് പോകാനാണോ, റിപ്പീറ്റഡ് ആയിട്ട് ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ആമേൻ. മനസ്സിലായില്ല? ഒരുപാട് ഉത്സവം കണ്ടതാ കർത്താവ്, ആമേൻ. അന്ന് കർത്താവ് ഇടപെട്ടില്ലെങ്കിൽ ഉത്സവങ്ങൾ വീണ്ടും വരും. ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയി വരും, പോകും, ആമേൻ. ആമേൻ. യേശു പറഞ്ഞു, ഇതിപ്പം എല്ലാവരും നോക്കിയിട്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞത്. അവൻ എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി, ചുറ്റും ഇങ്ങനെ കണ്ട ജനത്തോട് നോക്കി പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് എത്ര പേര് വാസ്തവമായും ദാഹിച്ചിട്ടാണ് വരുന്നതെന്ന് ആർക്കറിയാം? ആമേൻ, ആമേൻ. ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്ന എല്ലാവരും നോക്കിയിട്ടാ, പക്ഷെ ഇതിന്റെ അകത്ത് വാസ്തവത്തിൽ ഉള്ളു പൊള്ളി ദാഹിക്കുന്ന അത്ര പേരുണ്ടെന്ന് ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം, ആമേൻ. അവരോട് ആ ദൂത്, ദാഹിച്ചിട്ടാണ് നീ വരുന്നതെങ്കിൽ ഇന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. യെസ്, ഒരു ദൈവശക്തി ഈ ഹാളിൽ അടിക്കുന്നു. Oh Jesus. ചില ദാഹങ്ങൾ ഇന്ന് അവസാനിക്കും, ചില ദാഹങ്ങൾ ഇന്ന് അവസാനിക്കും. ആമേൻ. ശ്രദ്ധിച്ചേ, ഇപ്പൊ രണ്ട് കൂട്ടരുണ്ടെന്ന് വിചാരിച്ചു. ഒന്ന്, യേശുവിന്റെ പുറകെ പോയതിനകത്ത് പലരും ഉണ്ടായിരുന്നല്ലോ. യേശുവിനെ സ്നേഹിച്ചവരുണ്ട്, യേശു സ്നേഹിച്ചവരുണ്ട്, അത്ഭുതം കാണാൻ പോയവരുണ്ട്, അപ്പം തിന്നാൻ പോയവരുണ്ട്, ചുമ്മാ ഓളം വെക്കാൻ പോയവരുണ്ട്, ആമേൻ. നല്ലൊരാമൻ പറ, ശരിയല്ലേ? ഇത്ര യേശുവിന്റെ കൂടെ, യേശുവിന്റെ 3.5 വർഷ ശുശ്രൂഷയിൽ എപ്പോഴും യേശുവിന്റെ കൂടെ ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നല്ലേ? ഈ ആയിരക്കണക്കിന് പേരുള്ള ഇത്രയും പേരും യേശു കർത്താവിന്റെ ശിഷ്യന്മാരാ, യേശുവിന് വേണ്ടി എല്ലാം വിട്ടിറങ്ങി വന്നവരാണോ? അല്ല. അതിനകത്ത് ഒരിക്കൽ 5 അപ്പം 5000 ആകുന്ന കണ്ടിട്ട് അത് കണ്ട് അമ്മോട്ട് കൂടിയവരുണ്ട്, ആമേൻ. പത്രോസ് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് മീന്റെ വായി നിന്നും ചതുർദ്രഹ്മ പണം എടുത്തപ്പോൾ അത് കണ്ടിട്ട് പുറകെ കൂടിയവരുണ്ട്, ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കണ്ടിട്ട് അത്ഭുതം കാണാൻ വേണ്ടി കൂടിയവരുണ്ട്, ചതുർദ്രഹ്മ കിട്ടാൻ വേണ്ടി കൂടിയവരുണ്ട്, അപ്പം കിട്ടാൻ വേണ്ടി കൂടിയവരുണ്ട്, ചുമ്മാ ഓളം വെക്കാൻ കൂടിയവരുണ്ട്, ആമേൻ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ, ഒന്നും വേണ്ട. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു അപ്പോസ്തല പൗലോസ് ഒരു ദേശത്തില്ലപ്പോൾ ആസിയിലെ ജനങ്ങൾ, അഥേനയിലെ ജനങ്ങൾ, അവർ എന്തെങ്കിലും പുതിയതായി കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നതല്ലാതെ
പ്രയോജനമുള്ളവരല്ലായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. അപ്പൊ ചിലരെന്താ ചെയ്യുന്നത്? എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കണം, പുതിയ കാര്യങ്ങൾ പറയണം, ഓളം വെക്കണം. അപ്പോൾ യേശുവിന്റെ കൂടെ എല്ലാ കൂട്ടരും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് വാസ്തവമായും യേശുവിനെ സ്നേഹിച്ച പിൻപറ്റിയ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ആമേൻ. അപ്പൊ കർത്താവിന് പറയാനുള്ളതെന്ന് വെച്ചാല്, വാസ്തവമായി നിൽക്കുന്നവർ ഓളം വെക്കുന്നവരുടെ ഇടയിൽപ്പെട്ടു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് എല്ലാവരോടും പറഞ്ഞതെങ്കിൽ കർത്താവിന്റെ കണ്ണ് ചിലരിലേക്ക് നോക്കിയിട്ടാ പതിഞ്ഞ്. ഇന്നിവിടെ പരിശുദ്ധാത്മാവ് ചില നോക്കിയിട്ടാ പറയുന്നേ. ആമേൻ. മറ്റുള്ളവരുടെ ഓളത്തിന്റെ അകത്ത് നീ പെട്ടുപോകണ്ട. നീ ദാഹിച്ചിട്ടാ വരുന്നതെങ്കിൽ നിന്റെ ദാഹം ഞാൻ ഇന്ന് കൊണ്ട് അവസാനിപ്പിക്കും. Thank you, Jesus. Praise God. കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവരെ എൻ്റെ ഇടയിൽ വന്ന് കുടിക്കട്ടെ. തിരുവെഴുത്തിൻ പ്രകാരം എല്ലാവരെയും യേശു വിളിച്ചില്ല. ദാഹിക്കുന്ന ഏവരും പറഞ്ഞേ. ആ പദമൊന്ന് പറഞ്ഞേ. ചുറ്റും നിൽക്കുന്ന ജനത്തെ നോക്കിയിട്ട് പറഞ്ഞതെങ്കിലും പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും. അതായത് ആരൊക്കെ ഉണ്ടോ അത്രയും പേർ. ആമേൻ. ഇന്ന് ദാഹമുള്ള എത്ര പേർ ഇതിനകത്തിരിപ്പുണ്ടോ? എന്റെ അടുക്കൽ വന്ന് കുടിച്ചാൽ, ശ്രദ്ധിക്കണം, എന്റെ അടുക്കൽ വന്ന് കുടിച്ചാൽ, കുടിക്കുന്നത് ഒന്ന് കുടിച്ചാൽ മതി, പക്ഷെ ഒഴുകുന്നതാ അതെന്നേക്കുമായിരിക്കും. ആമേൻ. Oh, in the name of Jesus. Amen. Amen. ആ ഒരു ആത്മമണ്ഡലം സ്വർഗ്ഗമയുടെ പുറകെയാ. ഇതുവരെ നിറയാത്തവർ ഇന്ന് നിറയാൻ പോകുക. എന്നേക്കുമായി മറ്റുള്ളതിലേക്ക് പകരുവാൻ യേശുവിന്റെ നാമത്തിൽ. സ്വീകരിച്ചോ. ദൈവം ചിലർ നിറയ്ക്കുകയാ, ചിലരിലേക്ക് നിറയ്ക്കുകയാ, ചിലരിലേക്ക് നിറയ്ക്കുകയാ, നിറയ്ക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു നിറവിന്റെ ജീവിതത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രവാചകൻ കടക്കണിയിലായിട്ട് എന്റെ മക്കളെ കടക്കാര് പിടിച്ചുകൊണ്ട് പോകാൻ പോകുക. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. ആമേൻ. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ കടം വീട്ടാൻ നിവൃത്തിയില്ല. മക്കളെ പിടിക്കാൻ വന്നിരിക്കുക. പ്രവാചകന് ഒറ്റ ചോദ്യം, എന്താണ് കയ്യിലുള്ളത്? ആമേൻ. ഒരൽപ്പം എണ്ണ. പ്രവചനം പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാട്ടോ. പരിശുദ്ധാത്മാവ് ചോദിക്കുക. ഒരിക്കലും യേശു പറഞ്ഞു, ഉള്ളവന് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? കൊടുക്കും. ഇല്ലാത്തവനിൽ നിന്നും എടുത്തു മാറ്റും. പരിശുദ്ധാത്മാവ് സഭയോട്, ഇവിടെ ഇരിക്കുന്ന ഏവരോടും, ദാഹിക്കുന്ന, ഇതിനോട് പ്രതികരിക്കുന്ന, ആമേൻ, ലൈഫിൽ, ക്രിസ്ത്യൻ ലൈഫിൽ ഒറ്റ ജീവിതമേ കർത്താവ് തന്നിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ഒറ്റ ആയുസേ ഉള്ളൂ. ഇത് വേറെ ഒന്നിന്റെയും പേരിൽ നഷ്ടപ്പെടുത്തി കളയരുത്. നിൽക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം ദൈവ പൈതലായി ജീവിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പഴയ പരിപാടിക്ക് പോകണം. ആമേൻ. സ്തോത്രം. നിൽക്കുകയാണെങ്കിൽ നല്ല ഒറിജിനൽ ദൈവ പൈതലായി നിൽക്കണം. തൻ്റെ ഇടത്തോടെ, ദാഹത്തോടെ, തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. ആമേൻ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്രെഡിറ്റും ആർക്കുള്ളതാ? എല്ലാ ക്രെഡിറ്റും ആർക്കുള്ളതാ? ആമേൻ. ആ ഒരൊറ്റക്കാരൻ ചിന്തിച്ചാൽ മതി. ആ ക്രെഡിറ്റ് എടുക്കുന്നവന്റെ ഭാഗമായിട്ട് ഇവിടെ കിട്ടിയ ദാനമാണ് ഈ ജീവിതം. ആമേൻ. ഇതിൻ്റെ അകത്ത് ഒരു നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ഒന്നേ ഉള്ളൂ, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ആമേൻ. അങ്ങനെയുള്ള
ഉള്ളവരോട് ചോദ്യം ദൈവാത്മാവ് ചോദിക്കുക, നിന്റെ കയ്യിൽ എന്തുണ്ട്? കടക്കാര് വന്നിരിക്കുവാണോ മക്കളെ പിടിച്ചോണ്ട് പോകാൻ? നോട്ടീസ് വന്നിരിക്കുവാണോ? കയ്യിലെന്തുണ്ട്? ഒന്നുമില്ല എന്ന് പറയുന്നവരോട് യേശു പറഞ്ഞ വചനം ഇവിടെ വെളിപ്പെടും. കാരണം അവിടെ പറയുന്നത് ഒന്നുമില്ല എന്ന് ആരെയും പറഞ്ഞിട്ട് അവരിൽ നിന്ന് ഉള്ളതും കൂടി എടുത്തു കളയെന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നത് കള്ളമാണ്. ആമേൻ. മനസ്സിലായില്ല? വാസ്തവത്തിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ അതിനകത്ത് എന്തെടുക്കാനല്ലേ? ശരിയല്ലേ? പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? ഇല്ലാത്തവരിൽ നിന്നും ഉള്ളത് കൂടി. അപ്പൊ അതിന്റെ അർത്ഥം ഇല്ല എന്ന് പറയേണ്ട അകത്ത് എന്തെങ്കിലുമൊക്കെ എന്തുണ്ട്? ഉണ്ട്. ആമേൻ. അപ്പോൾ എന്റെ അകത്ത് എനിക്ക് എന്തുണ്ട് എന്ന് ആദ്യം കാണാൻ പറ്റണം. ആമേൻ. ആ കരങ്ങളും നന്നായിട്ട് നിവർത്തിയേ. ആമേൻ. എപ്പോഴും ദൈവം നമ്മെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അതേ ദൈവം അപ്പോസ്തലരുടെ കൈകളിലൂടെ ഇങ്ങനെ എഴുതി വെച്ചു, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായി തീരേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സ്നാനം, മാനസാന്തരം, ശിക്ഷാവിധി, മരിച്ചവരുടെ അടക്കം തുടങ്ങിയ പഥ്യോപദേശത്തെ കുറിച്ച് വീണ്ടും നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഈ 5000 പേര് വിശന്നിരിക്കുന്നുണ്ടപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. ഒരുപാട് വചനങ്ങൾ, ദൂതുകൾ കയറി വരും. 5000 പേര് വിശന്നിരിക്കുന്നത് അവരാരും വിശന്നെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5000 പുരുഷന്മാർ ഒരാൾ പോലും കർത്താവെ ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് ചോദിച്ച് ആരും വിശന്നെടുക്കാൻ വന്നില്ല. അവരെല്ലാം ഒറ്റ ഇരിപ്പിരിക്കുമായിരുന്നു. അടുത്ത പ്രസംഗം എന്താണ്? ആമേൻ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ ഉരുവാക്കിയവൻ, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ സഹായിച്ചവൻ, നിന്നെ ഇവിടെ ജനിപ്പിച്ചവൻ, നിന്നെ ഇവിടെ വളർത്തിയവൻ, നിന്നെ സഹായിച്ചവൻ, നിന്നെ ഇത്രമാക്കിയവൻ നിനക്ക് വിശക്കുമ്പോൾ അറിയാം. കടക്കാർ വന്ന് മക്കളെ പിടിച്ചുകൊണ്ടു പോകാൻ കടക്കാരവിടെ ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷെ എന്നിട്ടും ചോദിക്കുക, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ശരിയാണോ? ശരിയാണോ? Am I right? എന്താ ഇത് കർത്താവേ? അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ നീ എന്നെ അറിഞ്ഞു. എന്നെ നീ അത്ഭുതകരമായി സൃഷ്ടിച്ചു. എന്നെ നീ പുറത്തെടുത്തു. എന്നെ നീ വിശുദ്ധ വിളിയാൽ വിളിച്ചു വേർതിരിച്ചു. എന്നെ നീ ശുദ്ധീകരിച്ചു. എന്നെ നീ നീതീകരിച്ചു. എന്നെ നീ തെരഞ്ഞെടുത്തു. എന്നെ നീ അഭിഷേകം ചെയ്തു. അത്ഭുതമായി ഇന്ന് വരെ നശിച്ചു പോകാതെ എന്നെ നീ നിർത്തി. എന്നിട്ട് ഞാൻ പറയണോ എനിക്ക് വിശക്കുന്നെന്ന്? പറയണോ? ഞാൻ പറയണോ കടക്കാര് വരുന്നുണ്ടെന്ന്? പറയണോ? ഞാൻ പറയണോ ബാങ്ക് നോട്ടീസ് വരുന്നുണ്ടെന്ന്? എന്താ മിണ്ടാത്തെന്നറിയോ കർത്താവ്? നിന്റെ കയ്യിൽ എന്തുണ്ട്? വാട്ട് യു ക്യാൻ ഡു. ഇവിടെയൊക്കെ ചോദിച്ചതാ. ഈ കർത്താവിന്റെ പ്രതിനിധിയാണ് ഇവിടെ എലിയ പ്രവാചകൻ. ചോദിക്കുക, കയ്യിലൊന്നുണ്ടോ? പിതാവ് പറഞ്ഞു, പ്രവാചക, ഒരു ഭരണിക്കകത്ത് ഒരൽപ്പം എണ്ണ. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വീട് വീടാകണമെങ്കിൽ അവിടെ 2 മനുഷ്യരുണ്ടായി വീടാകുമോ? 2 മനുഷ്യക്കോലങ്ങളും അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളും ഒരമ്മയും, വേറൊന്നുമില്ല. കിടക്കാൻ കട്ടിലില്ല, ഉടുക്കാൻ വസ്ത്രമില്ല. ആമേൻ. കിച്ചൻ്റെ അകത്ത് ഒറ്റ പാത്രവുമില്ല, ഒരു സാധനവുമില്ല. ഒരു കുഞ്ഞു ഭരണിയും കുഞ്ഞു ഭരണിക്കകത്തൊരു അല്പം എണ്ണയും ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് പറയാൻ തക്കവണ്ണം ആരെങ്കിലും റെഡിയാവോ? പറയോ? അതൊരു വീടായിട്ട് കണക്കാക്കുവോ? അങ്ങനെ അവസ്ഥയിലേക്ക് അതപ്പതിച്ചാൽ പിന്നെ ആരെങ്കിലും അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി പിന്നെ വിശ്വസിച്ച് കാത്തിരിക്കുവോ? പക്ഷെ ഈ വിധവ പറയുന്നുണ്ട്, വീട്ടിൽ സാധനങ്ങൾ കാണുമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന അതിൻ്റെ നമ്മളൊരു കാര്യം പറയണം, എന്തെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇച്ചിരി എണ്ണ മാത്രമേ ഉള്ളൂ. ആമേൻ. വേറെ പലതും കാണും, പക്ഷെ ഒന്നും പ്രയോജനമില്ല. സ്തോത്രം. തമ്പുരാൻ നോക്കുന്നതാ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പറയുന്നത്, ഈ ദൈവത്തെ സമീപിക്കുമ്പോൾ ആമേൻ കുറച്ചുകൂടി ഗൗരവത്തോടെ സമീപിക്കുക, ദാഹത്തോടെ സമീപിക്കുക. സ്തോത്രം.
ഒന്നും പറഞ്ഞിട്ട് വേണ്ട ഇങ്ങോട്ട് തരാൻ. ഈ ഒറ്റ വചനം വായിച്ചാൽ മതി, 44:2 വായിച്ചാൽ മതി. പക്ഷെ എന്നാലും ഈ തമ്പുരാനൊരു ആഗ്രഹമുണ്ട്. നിന്നെ ഉരുവാക്കി, നിന്നെ നിർമ്മിച്ചു, നിന്നെ അത്ഭുതകരമായി പുറത്തെടുത്തു, നിന്നെ സഹായിച്ചു. ആ എല്ലാ ക്രെഡിറ്റും അവകാശപ്പെടുന്ന ആൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ റൈറ്റ് ഇല്ലേ? എന്താ നിനക്ക് എന്തുണ്ട്? ഇത്രയും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തില്ലേ? ആമേൻ. ഇന്ന് ഞാൻ ചെയ്ത ആമേൻ ഒരു യജമാനൻ തൻ്റെ അധ്വാനത്തോട് ചോദിക്കുക, എന്താ ഉള്ളേ? ഒരു ബിസിനസ് ചെയ്യുന്ന ആള് ആമേൻ ഇടയ്ക്ക് തൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് സ്റ്റാഫിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ വന്നിട്ട്, അല്ലെങ്കിൽ ക്യാഷറിനോട് വന്ന് ചോദിക്കുക, എത്ര ക്യാഷ് ആയിട്ട് എത്രയുണ്ട് അല്ലേ? കാരണം അദ്ദേഹത്തിന്റെ റൈറ്റ് ആണത്. കാരണം അദ്ദേഹത്തിന് അധ്വാനമാണ് ഈ കാണുന്നത്. ആമേൻ. ഇതെന്നെ ചോദിക്കുന്നത്, ഈ എണ്ണ കിട്ടിയിട്ട് വേണ്ട ഒന്നും ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ ഞാൻ നിനക്ക് തന്നതിൽ നിന്നും നിനക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് പറയാനുള്ള മനസ്സുണ്ടോ? ഇനിയും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞത്? നിന്നെ ഉരുവാക്കി, നിന്നെ നിർമ്മിച്ചു, നിന്നെ പുറത്തെടുത്തു, നിന്നെ സഹായിച്ച ഞാൻ ഇന്നും നീ 100 കണക്കിന് ആവശ്യമായി എൻ്റെ അടുക്കൽ വരുമ്പോൾ ഒറ്റ ചോദ്യം ചോദിക്കുക, ഇത്രയും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തില്ലേ? എന്തെങ്കിലും ബാക്കിയുണ്ടോ? അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുകയും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൽ തന്നെ ഞങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു. ആമേൻ. കമോൺ, നല്ലൊരു ആമേൻ പറഞ്ഞേ. ഇവിടെ യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അന്ത്രയോസ് പറഞ്ഞു, കർത്താവേ, പറഞ്ഞു, നമ്മൾ മാനുഷിക ബുദ്ധി നോക്കുമ്പോൾ ഇതൊക്കെ. ഒരു കൊച്ചു പയ്യൻ, അവന്റെ അമ്മ പൊതിഞ്ഞു കെട്ടി കൊടുത്തതാ പ്രസംഗത്തിനിടയിൽ ഭക്ഷിക്കാൻ. ചർച്ചിൽ നമ്മുടെ പിള്ളേർ സ്നാക്സുമായിട്ട് വരത്തില്ലേ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ലൈസോ കേട്ട ബിസ്ക്കറ്റ് കൊണ്ട് വരത്തില്ലേ? ഇതുപോലെ പ്രസംഗം കേൾക്കാൻ പോയ ഒരു കൊച്ചു ബാലന്റെ കയ്യിൽ കർത്താവിന്റെ പ്രസംഗത്തിനിടയിൽ വിശന്ന കഴിക്കാൻ ഒരു അമ്മ കൊടുത്തു വിട്ടതാ. എന്ത്? ആമേൻ. പക്ഷെ വിശക്കുന്ന ആർക്കാ? 5000 കുഞ്ഞുങ്ങൾക്കാണോ? 5000 പുരുഷാരം. ആമേൻ. 5000 പുരുഷാരത്തിന് വിശന്നപ്പോൾ ഈ 5000 പുരുഷാരത്തിന്റെ കയ്യിൽ ഇരുന്നതല്ല കണ്ടത്, കൊച്ചിന്റെ കയ്യിലിരുന്ന കണ്ടത്. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ അതിന്റെ അർത്ഥം? ആമേൻ. യേശുവിന്റെ ചോദ്യത്തിന് ന്യായമായിട്ട് അന്ത്രോസിന് പറയാം, കർത്താവേ ഒന്നുമില്ല. കാരണം ചോദ്യം ആമേൻ ആരോടാ? 5000 പുരുഷത്തോടാ. ആമേൻ. വിശപ്പാർക്കാ? 5000 പുരുഷത്തിനാ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആരുടെയും കയ്യിലൊന്നുമില്ല. പക്ഷേ അന്ത്രോസിന് മനസ്സിലായി. പത്രോസ് പറഞ്ഞപ്പോൾ അന്ത്രോസ് കേട്ടു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. You are Christ, the Son of living God. Hallelujah. അന്ത്രോസ് പറഞ്ഞു, അന്ത്രോസിന് മനസ്സിലായി, എന്തെങ്കിലും മതി ഒരത്ഭുതം ചെയ്യും. എന്തെങ്കിലും മതി അത്ഭുതം ചെയ്യാൻ. ഇന്ന് കർത്താവ് സഭയോട് ചോദിക്കുക, എന്തെങ്കിലും മതി ദൈവത്തിന്. കർത്താവേ, നീ എനിക്ക് ഇത്രയും തന്നില്ലേ, എന്റെ കയ്യിൽ ഇതുണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഓ ജീസസ്, യേശുവേ. അന്ത്രോസ് പറഞ്ഞു, കൊച്ചിന്റെ കയ്യിൽ 5 അപ്പം. അയ്യോ, മാനുഷിക ബുദ്ധി നോക്കി എന്തോ വിഡിത്തമാ. അന്ത്രോസ് പറഞ്ഞു, വിഡിത്തമല്ല, എനിക്കറിയാം. 5000 പുരുഷന്മാരുടെ വിശപ്പാണ് അകറ്റുന്നെങ്കിലും കുഞ്ഞിന്റെ കയ്യിൽ അപ്പം മതി. ആമേൻ. സ്തോത്രം. ചോദ്യം സഹായിക്കാനല്ല, ഇങ്ങോട്ട് സഹായം ചോദിച്ചിട്ടല്ല. ചോദ്യം ആമേൻ, ഇത്രയും അധ്വാനിച്ച് തന്ന, ഇത്രയും ക്രെഡിറ്റ് അവകാശപ്പെടാനുള്ളവൻ ഒരു ചോദ്യം ചോദിക്കാൻ റൈറ്റ് ഉണ്ട്. എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഹല്ലേലൂയ. ഇത് തന്നെയാണ് എലീശ പ്രവാചകൻ ചോദിച്ചത്, എന്താ ഉള്ളേ? ആമേൻ. ആ ദൂതിലോട്ട് കയറുമോ? ഞാൻ ശ്രദ്ധിച്ചേ. ഒരു ഭരണിയും കുറച്ച്. പ്രവാചകന്റെ മറുപടി, എണ്ണ വർദ്ധിക്കും. ശ്രദ്ധിച്ചേക്കണം കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. എണ്ണ വർദ്ധിക്കും. ഇച്ചിരി എണ്ണ ഉണ്ടോ?
ഷ്മാധാര. രണ്ടാം ഭാഷ ഒന്ന് പറഞ്ഞേ. വിധവയുടെ കയ്യിലെ ഭരണിയാന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഇമാജിൻ. ഭരണി. കർത്താവിന്റെ പ്രവാചകന്റെ ചോദ്യം എന്തുണ്ട്? പ്രവാചകന്റെ ചോദ്യം എന്തുണ്ട്? ഞാൻ മനസ്സിലാവുന്നുണ്ടോ? പ്രവാചകന്റെ ചോദ്യം കടം തീർക്കാൻ, മക്കളെ പിടിച്ചുകൊണ്ട് പോകണം, അതിൽ നിന്ന് രക്ഷിക്കണമെന്ന പ്രാർത്ഥനയുമായി വന്ന വ്യക്തിയോട് പ്രവാചകൻ ചോദിച്ചത് എന്തുണ്ട്? വിധവ പറഞ്ഞു, ഒരു ഭരണിയിൽ കുറച്ച്. ഞാൻ നിങ്ങളോട് ചോദിക്കുമോ, ഇവിടെ ഏതാണ് പോയിന്റഡ് ആയത്? ഭരണിയാണോ എണ്ണയാണോ? റൈറ്റ്. അപ്പൊ കർത്താവിന്റെ കണ്ണ് പതിഞ്ഞ എന്തിലാണ്? എണ്ണയിൽ. ശരിയല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ, പിടിച്ചോണം എല്ലാവരും. ഇന്ന് പിടിച്ചിട്ടേ പോകാവൂ. കാരണം ഇന്ന് കർത്താവ് തന്ന ദിവസം. ആമേൻ. ഇന്ന് കർത്താവ് പറഞ്ഞ പിടിക്കണത്രയും പിടിച്ചോ. കർത്താവിന്റെ. അപ്പോൾ പ്രവാചകൻ ആരുടെ പ്രതിനിധിയാ? ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ആര്? പ്രവാചകൻ. പ്രവാചകൻ പറഞ്ഞു ചോദിക്കുന്നു എന്തുണ്ട്? ഇതോ പറഞ്ഞു, ഒരു ഭരണി ഉണ്ടെന്നല്ല പറഞ്ഞ്, അല്ല എണ്ണ ഇട്ട് വെച്ച ഭരണി ഉണ്ടെന്നല്ല പറഞ്ഞ്, ഭരണിക്കകത്ത് കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് തന്നെയാ അല്ലേ? കാരണം ദൈവത്തിന്റെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ സിംബലിന്റെ അകത്ത് ഭരണിയില്ല, പക്ഷെ എണ്ണയുണ്ട്. ആമേൻ, ആമേൻ. അപ്പോൾ കർത്താവ് ആഗ്രഹിച്ചത് അത് തന്നെയാണ്, കർത്താവ് ചോദിച്ചതും അത് തന്നെയാണ്, കർത്താവിന്റെ നോട്ടവും അത് തന്നെയാണ്. പക്ഷേ പിടികിട്ടി അല്ലേ? പിടികിട്ടി. എണ്ണ പകരും, എണ്ണ വർദ്ധിക്കും. എണ്ണ വർദ്ധിക്കാൻ പോകുകയെന്ന് ഇന്നിവിടെ കർത്താവ് കൊണ്ടുവന്ന കേട്ടോ. എണ്ണ വർദ്ധിക്കും, പക്ഷെ എന്തു വേണം? എണ്ണ വർദ്ധിക്കും. ചോദ്യം, കടം വീട്ടാൻ എന്തുണ്ട്? ഉരുവാക്കിയ, നിർമ്മിച്ച, സഹായിച്ച, ഇത്രത്തോളം നിർത്തിയ നിന്നോട് ഞാൻ ചോദിക്കുന്നു, എന്തെങ്കിലും ബാക്കിയുണ്ടോ? പകരം ഇച്ചിരി എണ്ണ മതി. പക്ഷെ എണ്ണയ്ക്കൊരു സ്വഭാവമുണ്ട്. എണ്ണ പകരണമെങ്കിൽ എത്ര പേർക്ക് പിടികിട്ടി? ഇന്ന് പാത്രങ്ങളുണ്ടോ? അവൻ പകരാൻ റെഡിയാ. ആൽഫിനെ, ക്യാമറയുടെ പുറകെ നിൽക്കുവല്ലേ നീ? കർത്താവ് നിന്നെ വലിയൊരു പാത്രമാക്കാൻ പോകുക. കടം വീട്ടാൻ പാത്രമാണോ വേണ്ടത്, എണ്ണയാണോ വേണ്ടത്? ശരിയാണോ? എണ്ണയാണ് വേണ്ടത്. പക്ഷെ എണ്ണ ശേഖരിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ന് രാവിലെ 10 മണിക്ക് ഈ ചർച്ചിലേക്ക് എടുത്താ പൊങ്ങാത്ത വിഷയങ്ങളുമായി വന്ന എല്ലാവർക്കുമുള്ള മറുപടിയെ പിടിച്ചോ. പാത്രമാണെങ്കിൽ ഇന്ന് പകരാൻ ദൈവം റെഡിയാ. പരിശുദ്ധാത്മാവ് നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ, തുറക്കപ്പെട്ട വാതിൽ അടഞ്ഞു പോയത് വീണ്ടും തുറക്കുവാൻ, ഒരു വിളിയിലേക്ക് കയറ്റുവാൻ, വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരുവാൻ.
I release the power of God in the name of Jesus. Shabala Turaba Lagade Rigaba Shagabala Gujiri Bashabala Gata Glory to God. Lata Baraba Lord Himana Shalati Mike Shoko Vedima കർത്താവ് ഒരു വചനം കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 16:9. 1 Corinthians chapter 16 verse 9 ഇങ്ങനെ പറയുന്നു. പൗലോസ് പറയുകയാണ്, എൻ്റെ മുമ്പിൽ വലുതും സഫലമായ ഒരു വാതിൽ തുറന്നു, പക്ഷെ എതിരാളികൾ ചിലതുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാർച്ചിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചിലത് ആത്മഹത്യത്തിൽ തുറക്കപ്പെട്ടതാണ്, പക്ഷേ കയ്യിൽ വന്നില്ല. കർത്താവ് പറഞ്ഞു, ഈ ഓഗസ്റ്റ് മാസത്തിൽ you are going to see the glory of God. ആമേൻ. സ്വർഗം അത് കാണിക്കാൻ പോകുകയാണ്. ഒപ്പം തന്നെ ഒരു വിളി കിടപ്പുണ്ട്. അതിനുവേണ്ടി ഒരു അഭിഷേകം കൂടി ദൈവം ഇന്ന് ചെയ്യുക. കുടുംബമായി ഒരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി you are get ready. Thank you Lord Jesus. Shema tekesia to lansia pana. Hallelujah. Amen. പാത്രം റെഡിയാണോ? പാത്രമുണ്ടോ? പാത്രങ്ങളുണ്ടോ? അത് തന്നെ കൈവക്കേണ്ടത്. കർത്താവിനൊരു കാര്യം പറയാനുണ്ട്. നിനക്കെതിരെ ഏറ്റവും അധികം അപവാദം പറഞ്ഞ നീ നശിച്ച് നാറണക്കല്ലായി, ഈ നാട്ടിൽ കുത്തുകാഴ്ചയായി, ദരിദ്രം പിടിച്ച് കടക്കണിയിലായി. അതായത് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അതപ്പതിക്കാമോ? ദുഷ്പേര്, കടഭാരം, കുടുംബ തകർച്ച, തലമുറയുടെ നാശം, ഇത് മുഴുവനും സംഭവിക്കാൻ അപവാദം പറഞ്ഞുണ്ടാക്കി നടന്ന് ആഗ്രഹിച്ച 2 വ്യക്തികൾ നിന്റെ മുമ്പിൽ വരാൻ പോകുക. 2 പേര്, അതിലൊരു സ്ത്രീ, ഒരു പുരുഷൻ, 2 പേര് നിന്റെ അടുക്കൽ വരാൻ പോകുക. ആമേൻ. 1.5 മാസം നീ പ്രാർത്ഥിച്ച് ആമേൻ നിന്നെ തന്നെ ഒരുക്കുക. ഒരു എക്സ്പ്ലോഷൻ പോലെ, ഒരു പൊട്ടിത്തെറി പോലെ നീ പാർക്കുന്ന ദേശത്ത് ചിലത് സംഭവിക്കാൻ പോകുകയാണ്. Holy Ghost. Name of Jesus. Hallelujah. Thank you Jesus. പാത്രങ്ങളുണ്ടോ ഇന്ന്? ഏത് വിഷയമാണെങ്കിലും, ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രശ്നമാണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ഉരുവാക്കിയവൻ, നിർമ്മിച്ചവൻ, സഹായിച്ചവൻ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയതുപോലെ, ഞാനാകുന്നതോ ദൈവ കൃപയാലത്രേ. ഞാനായതും ഞാൻ ആകുന്നതും ഞാൻ നിന്നതും ഞാൻ നിൽക്കുന്നതും എല്ലാം ആ കൃപയാലത്തെ. ആ കൃപയാൽ ഇതുവരെ കൊണ്ടുവന്നവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇന്ന് നീ ആ ഉരുവാക്കി നിർമ്മിച്ചു സഹായിച്ചവന്റെ അടുക്കൽ ഇന്നും വരുന്നത് ചില സഹായം ചോദിച്ചുകൊണ്ട്. ആമേൻ, ആമേൻ. പക്ഷേ സഹായിച്ചവൻ ഇന്ന് തിരിച്ചു ചോദിക്കുക, ആർ യു എ വെസൽ? നീ ഒരു പാത്രമാണോ? സഹായം ചോദിച്ചവന് ഒറ്റ മറുപടിയുള്ളൂ. സഭ മൊത്തം കേട്ടോണം കേട്ടോ. വീട്, ജപ്തി, കടം, മക്കളുടെ പഠിത്തം, ജോലി, വിദ്യാഭ്യാസം, സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ, രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, വിവാഹം, വാക്തത്വമായ യാത്രകൾ, പ്രൊമോഷനുകൾ, ജോലി, സ്വന്തമായിട്ടുള്ള ബിസിനസ്, പല ആഗ്രഹങ്ങളും പല ആവശ്യങ്ങളുമുള്ള പലരും ഇതിനകത്തുണ്ട്. ആമേൻ. ഇതെല്ലാം വെച്ച് 2025 ജൂൺ മാസം 22 ഞായറാഴ്ച രാവിലെ 10:30 മണിക്ക് ആരാധിക്കാൻ വരിക. ആമേൻ. ഉരുവാക്കിയവൻ,
നിർമ്മിച്ചവൻ, സഹായിച്ചവൻ, കൃപയാൽ ഇവിടെ വരെ കൊണ്ടുവന്നവൻ അടുക്കൽ വീണ്ടും ആവശ്യം പറഞ്ഞു വരുമ്പോൾ ആമേൻ ആമേൻ. ഇന്ന് ഈ ക്രെഡിറ്റ് എടുക്കുന്നവൻ ഒറ്റ മറുപടി പറയാനുള്ളൂ. നിന്റെ ഈ വിഷയങ്ങൾക്ക് മുഴുവനും പരിഹാരമായി എനിക്ക് തരാൻ ഒന്നേ ഉള്ളൂ, ഞാൻ എണ്ണ തരാം. ഞാൻ എണ്ണ തരാം. ഞാൻ എണ്ണ തരാം. അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഏത് വിഷയത്തിനും തരുവാൻ എൻ്റെ കയ്യിലുള്ളത് എണ്ണയാണ്. അപ്പൊ ചോദിക്കും, കർത്താവേ എന്താണ്? കാരണം മോനെ നീ കേക്ക്, ഈ എണ്ണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മില്ലിൽ നിന്നും കിട്ടുന്ന എണ്ണയല്ല. അത് എത്ര അളന്നാലും കുറെ കഴിയുമ്പോൾ അളവ് നിൽക്കും. ഇതിന്റെ അളവ് തീരുമാനിക്കുന്നത് അളവ് കോലല്ല, പാത്രമാണ്. അവൻ ഓ ജീസസ്, ഇതിന്റെ അളവ് തീരുമാനിക്കുന്നത് പാത്രമാണ്. ആരാധിക്കുവാണെങ്കിൽ, ദൂത് പിടിക്കുവാണെങ്കിൽ നല്ല ശക്തിയോടെ ചാടി അടുത്ത മറുപടി. ഈ എണ്ണയുടെ ഇതെപ്പോ നിൽക്കണം, എത്രത്തോളം ഒഴുകണം എന്ന് തീരുമാനിക്കുന്നത് പാത്രം. എന്ന് പറഞ്ഞാൽ കാലിപാത്രങ്ങൾ എപ്പോ വരെ ഉണ്ടോ അപ്പോ വരെ എണ്ണ നിൽക്കത്തില്ല. ആമേൻ. എന്ന് കാലിപാത്രങ്ങൾ ഇല്ലാതെ പോകുന്നുവോ അന്നേ ഈ എണ്ണ നിൽക്കത്തുള്ളൂ. ഇത് നിൽക്കാതെ പകരപ്പെടുന്ന എണ്ണയാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ ഇത് തരാം. പാത്രം നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ്, ഉണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ്. நீர் வந்தா சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே, முடியாததுം സാധ്യമാകുമേ. പറഞ്ഞാട്ടെ, നീർ വന്നാൽ, ചേർന്ന് പറഞ്ഞാട്ടെ, നീ വന്നാ എൻ്റെ സ്ഥിതി മാറും. പറഞ്ഞാട്ടെ, നീ വന്നാൽ, യേശു വന്നാൽ എൻ്റെ സ്ഥിതി മാറും. ഓ ശാതേരി ബാലഭാഷധര, നീർ വന്നാ സൂഴ്നിலை മാറുമേ, முடியாததும் സാധ്യമാകുമേ. നീർ വന്നാ സൂഴ്നിலை മാറുമേ, முடியாததுം സാധ്യമാകുമേ. நிறைவே நீ வாருமே, நிறைவே நீ வேண்டுமே, நிறைவே நீ போதுமே. ஆவியானவரே நிறைவே நீ வாருமே, நிறைவே நீ வேண்டுமே, நிறைவே நீ போதுமே. ஆவியானவரே நீர் வந்தா, நீர் வந்தா സൂഴ്നിலை മാറുമേ. പറഞ്ഞ വിശ്വാസത്തോടെ, മുടിയാതതും നടക്കത്തില്ലെന്ന് പറഞ്ഞത്. ഓ നീർ വന്നാ സൂഴ്നിலை മാറുമേ, മുടിയാതതും സാധ്യമാകുമേ. നിറവേ
ഞാൻ നീരൊഴുക്കുകളെ പകരും. പാത്രങ്ങൾ ഉള്ളിടത്ത് ഞാൻ എണ്ണ പകരും. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി കർത്താവിന് നിന്ന് തരുവാനുള്ളത് അതാണ്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ റെഡിയാണ്? എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കും? ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പക്ഷെ പകരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. പാത്രങ്ങളെ നോക്കിയിട്ടാണ് അവൻ പകരുന്നത്. ആമേൻ. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം കരങ്ങളെ ദൈവസ്ഥയിൽ എങ്ങനെയാണോ പിടിക്കപ്പെടുന്നത് അങ്ങനെ പിടിക്കുക. ഉയർത്തിയോ വിരിച്ചോ, ആമേൻ, എങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടം പോലെ പിടിക്കുക. ഒരു സറണ്ടറോടുകൂടി ഇന്ന് പ്രശ്നങ്ങൾ മുഴുവൻ ഇന്ന് തീരുവാൻ, ഇന്ന് ദൈവം ഒരു സൊല്യൂഷൻ തരുവാൻ. ഇനി നീ ദാഹിച്ചിരിക്കണ്ട, ഇനി നീ റിപ്പീറ്റഡായി വന്നു പോകണ്ട, നിറഞ്ഞവളായി മടങ്ങി പോകുക. ശുഭനാമത്തിൽ എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിന്റെ കൂടെ വേണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവൻ